3 തീർത്ഥാടന ഉടമ്പടി 22-ലും 23-ലും 24-ലും എടുത്തു. കൃപാസന മാതാവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. 13 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെക്കേഷന് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ കൃപാസനത്തിൻ്റെ ഒരു പത്രം ഞാൻ കണ്ടായിരുന്നു. ഞാനതെടുത്ത് മറിച്ച് വായിച്ചു നോക്കി. അത് അതേപടി എടുത്ത് തിരിച്ചു വെച്ചു. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു, മാതാവേ നന്ദി എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ ഇവിടെ വന്ന് മാതാവിനെ കാണാനോ ഉള്ള ഒന്നും എനിക്ക് തോന്നിയില്ല. കാരണം അച്ഛൻ പറയണ പോലെ നമ്മൾ ജീവിതത്തിൻ്റെ നിലയില കലത്തിൽ മുങ്ങുമ്പോഴാണ് ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി നാം ദൈവത്തിനെ അന്വേഷിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് എല്ലാം കൊണ്ടും സെറ്റിലായിരുന്നു. ജോലിയുണ്ട്, കല്യാണം കഴിഞ്ഞു, മക്കളുണ്ട്, സാമ്പത്തിക ബാധ്യതകളില്ല. ഒരു മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്കുണ്ട്. പിന്നെ എന്തിന് ഞാൻ ദൈവത്തിനെ വിളിക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. ആത്മീയ ജീവിതം ആദ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ എപ്പോഴേക്കും അതൊക്കെ ശോഷിച്ച് വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു. എനിക്ക് ഈശോനെ വേണ്ടായിരുന്നെങ്കിലും ഈശോക്ക് എന്നെ വേണമായിരുന്നു. എല്ലാം കൊണ്ടും നല്ല സ്മൂത്തായിട്ട് എൻ്റെ ലൈഫ് പോകുന്ന സമയത്തിലാണ് 2021 എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായത്. ആ സമയത്ത് അമേരിക്കയിൽ കൊറോണ കത്തി നിൽക്കുന്ന സമയമാണ്. എല്ലാവരും മസ്റ്റായിട്ട് കോവിഡ് വാക്സിനേഷൻ എടുക്കണമെന്ന് നിർബന്ധം വന്നു. ഞാനും എൻ്റെ മക്കളും എല്ലാം വാക്സിൻ എടുത്തു. അതിൽ ഒരു മോന് വാക്സിൻ എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ഇടത്തെ കണ്ണ് ഭയങ്കര ചൊറിച്ചിലും കണ്ണ് ഭയങ്കരമായിട്ട് ചുവന്നിരിക്കണു. ഞാൻ വിചാരിച്ചു വല്ല അലർജിക്കായിരിക്കാം. പിന്നെ അവിടെ കോവിഡിൻ്റെ സമയം അതുകൊണ്ട് മിക്കപ്പോഴും ഓൺലൈനായിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഓവർ യൂസൊക്കെ എന്ന് വിചാരിച്ച് ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ അവനൊരു ഒഫ്താൽമോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചപ്പോൾ അവിടെ വെച്ചാണ് ഞാനൊരു സത്യം അറിഞ്ഞത്. ഒരുപക്ഷെ കോവിഡ് വാക്സിൻ എടുത്തപ്പോൾ അതിലുണ്ടായ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, വളരെ അപൂർവമായി ചിലർക്ക് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാം. അതുപോലെ എൻ്റെ മോനും ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി. ആ ബ്ലഡ് ക്ലോട്ട് അവൻ്റെ ഇടത്തെ കണ്ണിലെ റെറ്റിനയിലോട്ട് പോകുന്ന വെയിനിൽ ചെന്ന് അവിടത്തുള്ള ബ്ലഡ് സപ്ലൈ മൊത്തം കട്ട് ചെയ്ത് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായിട്ട് പോയി. ഞാൻ വിചാരിച്ചു അമേരിക്കൻ സയൻസിലെ എന്തുകൊണ്ട് പേടിക്കണം? അമേരിക്കയിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഭയങ്കര ഫേമസ് വേൾഡ് റാങ്കിലുള്ള ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലും ഏറ്റവും നല്ല ഒരു ഡോക്ടറിനെയാണ് എൻ്റെ മോനെ കാണിച്ചത്. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കണ്ണിൻ്റെ റെറ്റിനയിൽ നേരിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കണം. അങ്ങനെ കുത്തിയാലാണ് കണ്ണിലുള്ള മാക്യുലർ എഡിമ മാറത്തുള്ളൂ. അങ്ങനെ അവന് 3 വാക്സിൻ എടുത്തു. ആ സമയത്താണ് ഒരു ഡോക്ടർ പറഞ്ഞു, ചിലപ്പോൾ ഇത് ശരിയാകും, ചിലപ്പോൾ ഇത് ശരിയാകത്തില്ല. എല്ലാം കൊണ്ടും ഞാൻ തകർന്നു പോയ സമയത്താണ് ആക്സിഡൻ്റിൽ എൻ്റെ ഒരു കൂട്ടുകാരത്തി, അവൾ അമേരിക്കയിലുള്ളതാണ്, അവളുടെ ഒരു ഓൺ ടെസ്റ്റിമണി അവൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നത്. അത് ഞാൻ കേട്ടപ്പോൾ എൻ്റെ മാതാവ് എന്തോ ഒരു അത്ഭുതങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുവരെ കൃപാസനം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരിതും തോന്നിയിട്ടില്ല. ഇതിൻ്റെ മുമ്പിൽ കൂടി ഞാൻ ഹൗസ് ബോട്ടിങ് ആലപ്പുഴയിൽ പോയിട്ടുണ്ട്. അന്ന് എൻ്റെ അമ്മ പറഞ്ഞു, ദേ കൃപാസനം, ഒന്ന് തിരിഞ്ഞു നോക്കിയല്ലാണ്ട് ഇവിടെ വന്ന് ഇറങ്ങാനൊന്നും എനിക്ക് തോന്നില്ല. ഞാനാണിന്ന് ഫ്ലൈറ്റിന് 4 മണിക്ക് ഇവിടെ ഇറങ്ങിയ 10 മണിയാകുമ്പോൾ ഞാൻ കൃപാസനത്തിലുണ്ട്. ആ അവസ്ഥയിലേക്ക് വരെ എൻ്റെ മാതാവ് എനിക്ക് എത്തിച്ചു തന്നു. അങ്ങനെ അമേരിക്കയിൽ അവനെ കാണിച്ചു. അവൻ്റെ കണ്ണിലെ റെറ്റിനയിൽ ഇഞ്ചക്ഷൻ എടുത്തു. അത് കഴിഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായിട്ട് തിരിച്ചു കിട്ടി. അപ്പോഴും എനിക്ക് സങ്കടമായിരുന്നു. അമ്മ ഞാൻ ഓൾറെഡി അപ്പോൾ തന്നെ ഓൺലൈനിൽ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു, അമ്മ മൊത്തം കാഴ്ച കിട്ടിയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറഞ്ഞല്ലേ. എനിക്ക് കിട്ടിയത് പ്രഭാഷകൻ 39. എൻ്റെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു. എന്തുകൊണ്ട് ഇത്രയും പേര് വാക്സിൻ എടുത്തിട്ട് എന്തുകൊണ്ട് എൻ്റെ കൊച്ചിന് മാത്രം കർത്താവ് ഇങ്ങനെ വന്നേന്ന്? എനിക്ക് കിട്ടിയ മറുപടി ഇതായിരുന്നു, കർത്താവിൻ്റെ പ്രവൃത്തികൾ അത്യുത്തമാണ്. എന്തിന് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ പാടില്ല. യഥാകാലം
എല്ലാം അതേ സമയത്ത് വെളിവാകുമെന്ന്. പിന്നെ എനിക്ക് ഒരു പരാതിയുമില്ല. പിന്നീട് ഞാൻ അറിഞ്ഞത് ഇതുപോലെ കുറേ സമാനമായ കേസുകൾ വാക്സിൻ എടുത്തിട്ട് കണ്ണിൽ എഡിമ വരുന്നു. ഓരോരുത്തരും ഓരോ 6 ആഴ്ച കൂടുമ്പോൾ കണ്ണിൻ്റെ റെറ്റിനയിൽ ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മോന് 3 ഇഞ്ചക്ഷൻ കൊണ്ട് മാതാവ് അതെനിക്ക് സെറ്റിലാക്കി തന്നു. അന്ന് മുതൽ എൻ്റെ മോൻ ഇവിടുത്തെ ഉപ്പും തേനും മാതാവിൻ്റെ ഉടമ്പടി തൈലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ അവന് പിന്നെ കണ്ണിൽ ഒരു എഡിമ വരികയോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ അമേരിക്കയിൽ പോയ സമയത്ത് തന്നെ കുറച്ച് സ്ഥലം, ഒരു 43 സെൻറ്റ് സ്ഥലം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ ഒരു റിമോട്ടായ ഒരു ഏരിയയിലായിരുന്നു. ഒരു പക്ഷേ സിറ്റി താമസിക്കുന്നവർക്ക് ഒരിക്കലും അവിടെ വന്ന് ഒരു സ്ഥലം മേടിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത പ്രദേശമാണ്. പക്ഷെ അതെനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും നമ്മളത് കട്ട് ചെയ്ത് നന്നാക്കിയെങ്കിലും ഓരോ മഴയ്ക്കും അത് കാടും ഒക്കെ മുളച്ച് ഭയങ്കര വൃത്തികേടായിരുന്നു. മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് സ്ഥലം വിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ആർക്കും വേണ്ടാത്ത പോലെ അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേട്ടത്. അത് ഞാൻ 3 വർഷം മുമ്പ് കേട്ടതാണ്. മാതാവിൻ്റെ ഉപ്പും വെഞ്ചരിച്ച കാശുരൂപം അവിടെ കൊണ്ട് കുഴിച്ചിട്ടാൽ ഏത് സ്ഥലവും വിറ്റ് പോകുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വെതറുകയും മാതാവിൻ്റെ കാശുരൂപം അവിടെ വെഞ്ചരിച്ചിടുകയും, അത്ഭുതമെന്ന് പറയട്ടെ, 1 മാസം കൊണ്ട്, എനിക്കറിയില്ല, ബ്രോക്കർമാരുടെ വിളിയാണ്, 1 മാസം കൊണ്ട് എനിക്ക് ആ സ്ഥല കച്ചവടം നന്നായിട്ട് നടത്താൻ കഴിഞ്ഞു. 3 വർഷം കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ഇവിടുത്തെ ഉടമ്പടിയിലൂടെ എനിക്കത് നടത്തി കിട്ടി. മുന്നേ മൂന്നാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു ജോലിയാണ്. അമേരിക്കയിൽ നമുക്ക് കുട്ടികൾ 13 വയസ്സ് വരെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടായിരിക്കണം. അപ്പോൾ ഞങ്ങൾ 2 പേരും ജോലിക്കാരായി കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം നടക്കത്തില്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ജോലി വേണ്ടാന്ന് വെച്ച് ഞാൻ നേഴ്സാണ്, ഞാൻ മാത്രമാണ് ജോലിക്ക് പോയിരുന്നേച്ചത്. മക്കൾക്ക് ഒരു 14 വയസ്സായപ്പോൾ വിചാരിച്ചൊന്ന് ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്ന്. പക്ഷേ 12 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഒരു നല്ല ജോലിക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻസും ഇല്ല. അങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു കൂട്ടുകാരൻ വഴി വെറുതെ ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തായിരുന്നു. വലിയ ജോലി എന്നല്ല, എന്തെങ്കിലും ഒരു ചെറിയ കുഞ്ഞു ജോലി, ഒരു ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ലോണ്ടറിയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ പറയായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പ്രാർത്ഥിച്ചത്, എൻ്റെ അമ്മ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണം ഡിസംബർ 7 അതിനു മുമ്പ് എൻ്റെ ഭർത്താവിന് ഒരു ജോലി തരണമേ എന്നായിരുന്നു. കൃത്യം ഡിസംബർ 6 എൻ്റെ വീട്ടിലേക്ക് ഒരു ഇൻ്റർവ്യൂ കാർഡ് വരികയാണ്. എൻ്റെ ഭർത്താവിന് ജോലിക്ക് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട്. ഇൻ്റർവ്യൂക്ക് പോണ മുമ്പ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഇവിടുത്തെ കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും കൊടുത്തിട്ടാണ് വിട്ടത്. അവിടെ ചെന്നപ്പോൾ ആ സമയത്തും കൊറോണ ഓൾമോസ്റ്റ് ഇങ്ങനെ ഭയങ്കര കത്തി നിൽക്കുന്ന സമയം തന്നെയാണ്. ഒരു ജോലി സാധ്യതയ്ക്കോ പുതിയ ഓപ്പണിങ്ങോ ഒന്നും സാധ്യതയില്ലാതെ എല്ലാം കൊണ്ടും അമേരിക്ക സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്താണ് ബോബിക്ക് അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. ആൾ ചെന്നപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർക്ക് തന്നെ അത്ഭുതം. ഹൗ കം യു ആർ ഹിയർ, യു അപ്ലൈഡ് ജസ്റ്റ് 2 months ago. ഇവിടെ 2 വർഷം മുമ്പ് അപ്ലൈ ചെയ്തവരുടെ ഫയൽ കെട്ടിക്കിടക്കുമോ, എങ്ങനെ 2 മാസം കൊണ്ട് അപ്ലൈ ചെയ്ത നീ എങ്ങനെ ഇവിടെയെന്ന്. അവർ ഒന്നും ചോദിക്കാതെ ബോബിനെ അവർ ഹയർ ചെയ്തു. എല്ലാം ഓൾമോസ്റ്റ് 80% പേപ്പർ വർക്ക് എല്ലാം ശരിയായി. ഇനി 20% അവർ ഹയർ ലെവലിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ ആൾ എല്ലാം സെറ്റ് ചെയ്ത് വീട്ടിൽ വന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അമ്മ മാതാവേ, എനിക്ക് ജോലി കിട്ടിയതിലുപരി അമ്മ മാതാവ് എൻ്റെ നിയോഗങ്ങൾ എടുക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷമായിരുന്നു എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നത്. അന്ന് രാത്രി പക്ഷെ പുള്ളി വിചാരിച്ചു അത് പുള്ളിയുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഒരു കോയിൻസിഡൻറ്റ്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ മാതാവിനോട് വെച്ചൊരു നിയോഗമായിരുന്നു ഡിസംബർ 7 മുമ്പ് ഒരു ജോലി കിട്ടണമെന്ന്. പക്ഷെ പുള്ളിക്ക് അത് ആ സമയത്ത് ഫേസ്ബുക്കിലൊക്കെ കിട്ടുന്ന കൃപാസനത്തിൻ്റെ ട്രോളൊക്കെ പിടിച്ച്
പുള്ളി അതിനങ്ങോട്ട് കളിയാക്കി, ഭയങ്കര പുച്ഛമായിരുന്നു. പിന്നെ കൃപാസനം, വാട്ട് ഈസ് സ്റ്റുപ്പിഡിറ്റി എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ഒരു പക്ഷേ ലോകത്ത് ഒരു ഭാര്യമാരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, നിന്നോട് ചോദിച്ച് നീ തിരുക്കുമാരനോട് പറഞ്ഞ് മേടിച്ചു കൊടുത്ത ജോലിയാണ്, കൊടുക്കരുത് അമ്മേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാരണം അമ്മ മാതാവ് തന്ന ജോലി അമ്മ മാതാവിനെ നിന്ദിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവ് ആ ജോലിക്ക് പോകണമെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. മാസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 6 അവിടെ നിന്ന് ഒരു വിളിയുമില്ല. ഓൾമോസ്റ്റ് ആളെ ഹയർ ചെയ്ത രീതിയിലാണ് അന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ആൾ പോയത്. അപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് ശരിയായി, ആൾ ചെയ്തത് ശരിയല്ല. ഞാൻ പറഞ്ഞു, ആരോട് കളിച്ചാലും മാതാവിൻ്റെ അടുത്ത് കളിക്കരുത്. എന്നെങ്കിലും നാട്ടിൽ ചെല്ലുമ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ചെന്ന് മാതാവിനോട് മാപ്പ് പറയണമെന്ന്. അങ്ങനെ ഞങ്ങളുടെ സ്ഥലക്കച്ചവടം നടന്നത് കൊണ്ട് ആൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു. ആരോടും പറയാതെ ആൾ കൃപാസനത്തിൽ വന്നിരുന്നു. ആൾ ഒരു പക്ഷേ മാപ്പ് പറഞ്ഞിരിക്കണം അമ്മയോട്. ആ മാസം തന്നെ അമ്മ ഹോൾഡ് വെച്ചിരുന്ന ആ ജോലി, ഇവൻ അമേരിക്കയിലെ 8 മാസം അവിടെ നിന്നിട്ടും വിളിക്കാത്ത ജോലി, ഇവിടെ വന്ന് ആൾ അമ്മയോട് മാപ്പ് പറഞ്ഞു. വിത്തിൻ 2 ഡേയ്സ് അമേരിക്കയിൽ നിന്ന് അടുത്ത കോള് വരികയാണ് അടുത്ത ഇൻ്റർവ്യൂവിന്. ആകെ ഇതായി, കാരണം അവിടെ നിന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്താം. അവരെന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. ബോബി സെലക്റ്റഡായി. അങ്ങനെ ഇന്നിപ്പോൾ ആളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലിയെല്ലാം അതുക്ക് മേലെയുള്ള ഒരു ഗവൺമെൻറ് ഓഫീസിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂങ്കാവനമാണ് അമ്മ എനിക്ക് തന്നത്. ഇന്നിപ്പോൾ എന്താ പറയുക, കൃപാസനത്തെക്കുറിച്ച് പുച്ഛിച്ചിരുന്ന ആൾ ഇന്ന് കൃപാസനത്തിൻ്റെ കൊന്തയിട്ട് ജോലിക്ക് പോകുമ്പോൾ ഇവിടുത്തെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം നെറ്റി തൂത്ത്, അതാണ് ആളുടെ വെപ്പൺ. ജോലിക്ക് പോകുമ്പോൾ ആൾ പറയും എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടെങ്കിലും എനിക്കറിയത്തില്ല, എല്ലാം വളരെ നന്നായിട്ട് നടന്നു പോകുന്നു, അതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം. ഇപ്പോൾ ആൾ തന്നെ മറ്റുള്ളവരോട് പറയും, നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം കേട്ടോ, അവിടെ പോയ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ആധ്യാത്മിക ജീവിതമാണ്. 42 വയസ്സ്, എനിക്കിപ്പോൾ 45 വയസ്സാണ്. 42 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് മാതാവിനോട് യാതൊരുവിധ ഇഷ്ടമോ സ്നേഹമോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലെങ്കിലും നിർജീവമായ ഒരു പ്രാർത്ഥനയായിരുന്നു. എല്ലാവരും പറയും മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന്, പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്ന് ഞാൻ കൃപാസനത്തിൽ വന്ന് കാലുകുത്തിയോ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചോ, അതേ പിന്നെ എൻ്റെ ജീവിതത്തിൽ അമ്മയില്ലാത്തൊരു കാര്യമില്ല. പ്രാർത്ഥിക്കാതെ കിടക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെ പള്ളി പോകാതിരിക്കാം, എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കാം എന്ന് ആലോചിച്ചിരുന്ന എനിക്ക് ഒരു ഓഫിൻ്റെ അന്ന് പോലും കുർബാനയ്ക്ക് പോകാതിരിക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. എന്നും ബൈബിളിൽ എന്നും ഞാൻ വായിക്കുന്നത് സങ്കീർത്തനം 91, വളരെ സേഫ് സാധനമാണ്. ഗോഡ് ഈസ് മൈ പ്രൊട്ടക്ടർ എന്ന് അത് മാത്രം വായിച്ചിരുന്ന് ഇന്ന് ഞാൻ 3 വർഷം കൊണ്ട് 5 പ്രാവശ്യം ബൈബിൾ വായിക്കാൻ എനിക്ക് സാധിച്ചത് ഈ പരിശുദ്ധ പുണ്യസ്ഥലത്ത് വന്നതുകൊണ്ടാണ്.